സ്നേഹഹർഷം ഭാഗം 71. പിറ്റേ ദിവസം പാച്ചുവിന്റെ 2ാം ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ഒരാഴ്ചത്തെ ലീവിൽ ഹാദിയയ്ക്ക് നാട്ടിലേക്ക് പോരേണ്ടി വന്നു. റെയിൽവേ സ്റ്റേഷനിൽ അവനോട് യാത്ര പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മഹി തന്റെ വ്യസനം പുറത്തു കാണിക്കാതെ അവളെ യാത്രയാക്കി. അവൾ നാട്ടിലെത്തി 3ാം ദിവസം പാർട്ടിക്കിടയിൽ ഫോൺ നിർത്താതെ റിങ് ചെയ്യുമ്പോൾ എല്ലാവരും തിരക്കിലായതിനാൽ ഹാദിയ തന്നെയാണ് ഫോൺ എടുത്തത്. അവൾ റിസീവർ കാതോട് ചേർത്ത് വെച്ചു. ഹലോ. അപ്പുറത്ത് നിറഞ്ഞ നിശബ്ദത. ഹലോ, ആരാ? ഹലോ, ആരാ ഇത്? അവൾ വീണ്ടും ചോദിച്ചു. അപ്പുറത്തു നിന്ന് പതിഞ്ഞൊരു ശബ്ദം അവളുടെ കാതിലെത്തി. ഹലോ ദിയു, എനിക്ക് 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 നിന്നെ കാണാൻ തോന്നുന്നു. ആ വാക്കുകളിൽ അവളുടെ ഹൃദയം സന്തോഷത്തിൽ കുതിച്ചു ചാടി. ഒരു വേള എന്ത് പറയണമെന്നോ ചെയ്യണമെന്നോ അവൾക്കറിയില്ലായിരുന്നു. അവളുടെ മുഖം രക്തവർണമായി. ഞാൻ നാളെ എത്താം, അവൾ പതിയെ സമാധാനിപ്പിക്കും പോലെ പറഞ്ഞു. ശരി. അപ്പുറത്ത് ഫോൺ കട്ടായി. അവൾ റിസീവറും പിടിച്ച് അല്പനേരം അങ്ങനെ തന്നെ നിന്നു. ഹാദിയ തിരികെ എത്തുമ്പോൾ അവളെ കൂട്ടാൻ മഹി സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്നു. അവളെ കണ്ട അവന്റെ കണ്ണുകൾ വജ്രം പോലെ തിളങ്ങി. അവളെ വാടക വീട്ടിലാക്കി തിരികെ പോരാൻ ഒരുങ്ങുമ്പോൾ അവൾ അവനെ അകത്തേക്ക് ക്ഷണിച്ചു. ഒരു ചായ കുടിച്ചിട്ട് പോവാം മഹിയേട്ടാ. അവൻ അവൾക്കൊപ്പം അകത്തേക്ക് കയറി. അവൾ ഡ്രസ്സ് പോലും മാറാതെ അടുക്കളയിലേക്ക് നടന്നു. ഹാദിയ തിരികെ ഹാളിലേക്ക് വരുമ്പോൾ അവളുടെ കയ്യിൽ 2 ഗ്ലാസ് ചായ ഉണ്ടായിരുന്നു. ഒന്ന് അവന് നേരെ നീട്ടിക്കൊണ്ട് അവൾ അവനടുത്തായിരുന്ന് ചായ പതിയെ ചുണ്ടോട് ചേർന്നു. ചായ ഗ്ലാസ് കൈക്കുള്ളിൽ വെച്ച് കറക്കിക്കൊണ്ട് മഹി അവളോട് ചോദിച്ചു. ദിയു, ഞാനൊരു കാര്യം ആലോചിക്കുമായിരുന്നു. എന്താണെന്ന അർത്ഥത്തിൽ അവൾ അവനെ നോക്കി. അത് ഞാൻ ഡിവോഴ്സിന് കൊടുത്താലോ എന്ന് ആലോചിക്കുമായിരുന്നു. അവൻ പറഞ്ഞത് കേട്ട് ചായ ചുണ്ടോടടുപ്പിക്കുകയായിരുന്ന അവളുടെ കൈ നിശ്ചലമായി. അവൾ ചായ ഗ്ലാസ് മുന്നിലെ ടീ മേശയിലേക്ക് വെച്ചു. അവന്റെ നേരെ തിരിഞ്ഞ് അവന്റെ കയ്യിലിരുന്ന ഗ്ലാസും വാങ്ങി അവിടേക്ക് വെച്ചു. പിന്നെ അവന്റെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ച് അവന്റെ മിഴികളിലേക്ക് നോക്കി. മഹിയേട്ടാ, ഇത് പൂർണ്ണമായും മഹിയേട്ടന്റെ തീരുമാനമാണ് ആരുടെ കൂടെ ജീവിക്കണമെന്നത്. പക്ഷേ അതിലൊരു കാര്യമുള്ളത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ തെറ്റും ശരിയും കാരണം നമ്മളായി ഭൂമിയിലേക്ക് കൊണ്ടുവന്ന മക്കളില്ലേ, അവരനുഭവിക്കാൻ പാടില്ല എന്നതാണ്. കുഞ്ഞുങ്ങളെ ഓർത്താണല്ലോ നമ്മുടെ ഇടയിലെ പല കുടുംബ ബന്ധങ്ങളും നിലനിന്ന് പോകുന്നത്. ഏട്ടൻ ഒരിക്കൽ കൂടിയെങ്കിലും അവരെ ഒന്ന് പോയി കാണണം. എന്നിട്ട് എന്ത് തീരുമാനിച്ചാലും ഞാൻ കൂടെ ഉണ്ട്. ധൈര്യം പകരുന്നത് പോലെയുള്ള അവളുടെ വാക്കുകളിൽ ഒരേ സമയം സമാധാനവും ആശങ്കയും തോന്നിയവന്. വ്യക്തമായ ഒരു തീരുമാനം കൈക്കൊള്ളാൻ അപ്പോഴും അവനായില്ല. തിരികെ പോയി 2 ആയാലും അവരെ ഒന്ന് കാണാൻ അവൾ അവനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവിടെ നിന്നിറങ്ങി വന്നിട്ട് 6-7 മാസങ്ങൾക്ക് ശേഷം അവരെ അഭിമുഖീകരിക്കേണ്ട ബുദ്ധിമുട്ടോർത്തിട്ടോ അവന്റെ മനസ്സ് ഇതുവരെ അതിന് പാകമാകാഞ്ഞിട്ടോ ആ യാത്ര വീണ്ടും വീണ്ടും നീണ്ടുകൊണ്ടിരുന്നു. ഒടുവിലൊരു ദിവസം അവൾ അവനെ ഉന്തിത്തള്ളി പറഞ്ഞു വിട്ടു. ജീവിതത്തിൽ ചില തീരുമാനങ്ങളെങ്കിലും എടുക്കാൻ ഇങ്ങനെ ആലോചിച്ച് സമയം കളയരുതെന്ന് ഉപദേശിച്ചു. നല്ലതായാലും ചീത്തയായാലും ഉൾക്കൊള്ളാൻ ശീലിക്കാൻ പറഞ്ഞേൽപ്പിച്ചു. മഹി പോയി 2-3 ദിവസം കഴിഞ്ഞും അവന്റെ ഒരു വിവരവുമില്ലായിരുന്നു. പിറ്റേന്ന് ഉണർന്നെണീക്കുമ്പോൾ അവൾക്കാകെ ക്ഷീണവും തളർച്ചയും അനുഭവപ്പെട്ടു. ഇന്നലെയൊക്കെയുള്ള വർക്ക് ലോഡിന്റെ പ്രോബ്ലം ആകുമെന്ന് അവൾ ചിന്തിച്ചു. എന്നാൽ വൈകുന്നേരമായിട്ടും കുറയാതെ വന്നപ്പോൾ അവൾ ഹോസ്പിറ്റലിൽ പോയി. ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞ് റിസൾട്ടിനായി കാത്തിരിക്കുമ്പോൾ അവളുടെ ഉള്ളിൽ സംശയത്തിന്റെ മുള പൊട്ടിയിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ ഇറങ്ങുമ്പോൾ അവളുടെ കൈ അരുമയായി സ്വന്തം വയറിനെ തഴുകി. തങ്ങൾ ഒന്നിച്ച് പ്രണയം പങ്കിട്ട അന്നത്തെ ആ രാത്രിയുടെ ഓർമ്മകൾ അവളിൽ നിറഞ്ഞു. തനിക്ക് ഇനി അങ്ങോട്ട് ജീവിക്കാൻ ഒരു സ്വപ്നമുണ്ടായിരിക്കുന്നു, പ്രതീക്ഷയുണ്ടായിരിക്കുന്നു. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു.
തൻ്റെ ജീവിതം ഇനി അങ്ങോട്ട് എന്തെന്ന് അന്ന് മുഴുവൻ അവൾ ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തി. അത് പ്രകാരം രാവിലെ തന്നെ പോയി ഒരു വക്കീലിനെ കണ്ട് കുറെ പേപ്പറുകൾ റെഡിയാക്കി കൊണ്ടുവന്നു. പിന്നെ മഹിയുടെ തിരികെ വരവിനായി കാത്തിരുന്നു. പിറ്റേന്ന് ഉച്ച കഴിഞ്ഞാണ് മഹി തിരികെ എത്തിയത്. അവൻ ആകെ വാടി തളർന്നിരുന്നു. അവന്റെ കോലം കണ്ട് അവൾ ആകെ അമ്പരന്നു. എന്താ എന്താ മഹിയേട്ടാ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഹേയ്, ഒന്നുമില്ലടോ. പോയ അന്ന് മുതൽ ഹോസ്പിറ്റലിലായിരുന്നു. മോനൊരു ഫീവർ. ഇപ്പൊ കുറഞ്ഞു. വീട്ടിലേക്ക് കൊണ്ടുപോയി. ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. അതിന്റെ ഒരു ക്ഷീണം. മഹിയേട്ടനൊന്ന് കുളിച്ച് വിശ്രമിക്ക്. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. ഹാദി അവനെ പറഞ്ഞയച്ചു. അവൻ തന്റെ ക്യാബിനോട് ചേർന്നുള്ള തന്റെ മുറിയിലേക്ക് പോയി. അവൻ കുളി കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴേക്കും ഹാദിയ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയിരുന്നു. ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് മഹി അവളുടെ കൂടെ ഇറങ്ങി. അവളെ വീട്ടിലാക്കി പോകാൻ തുടങ്ങി അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു, മഹിയേട്ടാ, ഇന്നൊരു ദിവസം എന്റെ കൂടെ ഇവിടെ നിൽക്കാവോ? എനിക്ക് അവൾ ഇടർച്ചയോടെ പകുതിക്ക് നിർത്തി. ശരി. അവൻ അവൾക്കൊപ്പം അകത്തേക്ക് കയറി. ആ ദിവസം മറ്റൊന്നും ഓർക്കാതെ അവളും അവനും മാത്രമായിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു. അവൻ ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവന്റെ കൂടെ ഇരുന്ന് അത് കഴിക്കുമ്പോൾ അവളുടെ ഹൃദയത്തിലുണ്ടായ സന്തോഷത്തിന്റെ തിരയിളക്കം മുഖത്തും പ്രതിഫലിച്ചു. ആ കുഞ്ഞു വീടിന്റെ ടെറസിൽ മലർന്നു കിടന്ന് വെറുതെ എന്തൊക്കെയോ പറയുന്നതിനിടയിൽ ആകാശത്തെ നക്ഷത്രങ്ങളോടും ചന്ദ്രനോടും കൂടി അവൾ കിന്നാരം പറഞ്ഞു. അവരെ തഴുകി കടന്നു പോകുന്ന കാറ്റിലും പ്രണയം നിറഞ്ഞിരുന്നു. ഒരിക്കലും അവസാനിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു പോകും വിധം മനോഹരമായിരുന്നു അവർക്ക് ആ നിമിഷങ്ങൾ. അവനോട് ചോദിച്ചു വാങ്ങിയ ആ രാത്രിയുടെ സന്തോഷ നിമിഷങ്ങൾക്കൊടുവിൽ അവന്റെ നെഞ്ചോടൊട്ടിക്കിടക്കുമ്പോൾ അവളുടെ ഹൃദയം വല്ലാതെ പിടഞ്ഞു. ഹൃദയത്തിൽ നിന്നും തൊണ്ടയിലേക്ക് കിനിഞ്ഞെത്തിയ നൊമ്പരത്തിന്റെ അരുവിയെ അവൾ വേദനയോടെ കുടിച്ചിറക്കി. അവന്റെ കൈവിരലുകൾ അവളുടെ തലയിലൂടെ മൃദുവായി തഴുകിക്കൊണ്ടിരുന്നു. മഹിയേട്ടാ, എനിക്ക് കുറച്ച് സംസാരിക്കണം. എന്താ ദിയോ, എന്തിനായി മുഖൂര? നീ പറയ്, ഞാനുണ്ടല്ലോ ഇവിടെ. മഹിയേട്ടാ, ആ മേശയുടെ സൈഡിലിരിക്കുന്ന ഫയലിംഗ് എടുത്തേ. അതില് മഹിയേട്ടന്റെ ഒരു ഒപ്പ് വേണം. അവൻ കൈയെത്തിച്ച് ഫയലെടുത്ത് തുറന്നു നോക്കി. പിന്നെ ഒരു ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. തുടരും. ഇന്നത്തെ പാട്ട് ഒരു ചെറിയ പാട്ടാണെന്നറിയാം. ഇതും കൂടെ ചേർത്തിട്ട് നാളെ കുറച്ചുകൂടെ ഒരു വലിയ പാട്ട് തരാം കേട്ടോ. ഇന്ന് സമയക്കുറവ് കൊണ്ടാണ് ചെറിയ പാട്ടായി പോയത് കേട്ടോ.